Income tax notices. Donation made to political parties, Section 80 GGC. സെക്ഷൻ 80 GGC ചാർജ് ചെയ്ത് IT റിട്ടേൺ ഫയൽ ചെയ്തവർക്കൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയക്കാൻ തുടങ്ങി. ഇതിൻ്റെ ലെജിറ്റിമസി എത്രത്തോളം ഉണ്ട് എന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. സ്ക്രൂട്ടണിയുടെ ആദ്യത്തെ ഏരിയ എലിജിബിൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്കാണോ ഇങ്ങനൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്. എവിടെയാണ് ഫ്രോഡ് കണ്ടെത്തിയത്? അൺഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് വഴി ചില ക്ലയൻറ്റ്സ് 80 GGCയിൽ ഡിഡക്ഷൻ അലോ ചെയ്തു. ഡിഡക്ഷൻ അലോ ചെയ്യുന്നത് വഴി ടാക്സ് വെട്ടിക്കുന്നതിന് കാരണമാകും. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു റൂൾ ഏർപ്പാടാക്കിയത്. അൺഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ മേൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് പണം തിരിച്ച് വാങ്ങുകയും ചെയ്യാം. കുറച്ച് കമ്മീഷൻ അവർക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ ചില ഫ്രോഡ് ഗവൺമെൻറ് മനസ്സിലാക്കിയത് കാരണം സമൻസ് ഇപ്പം ക്ലയൻസിന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ടീസ് പലരുടെയും വീടുകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അതായത് 80 GGCയിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഡൊണേഷൻ അനാവശ്യമായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പിന്നാലെ വരുന്നു. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുത്ത ഡൊണേഷന് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൂഫ്സ് സൂക്ഷിക്കണം. 1 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 2 ഡൊണേഷൻ കൊടുത്ത റെസിപ്റ്റ്, 3 പൊളിറ്റിക്കൽ പാർട്ടിയുടെ രജിസ്ട്രേഷന്. ഇതുമായിട്ട് അടങ്ങുന്ന ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യണം. ഇൻ കേസ് ടാക്സ് പെയർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ITRU ഈ വരുന്ന 31 മാർച്ച് 2025 മുന്നേ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പെനാൽറ്റി ഈടാക്കും. അതുകൊണ്ട് തന്നെ ടാക്സ് പെയർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന ഡൊണേഷൻ്റെ ലെജിറ്റിമസി ഉറപ്പ് വരുത്തുക.